ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ജ്വല്ലറി മേക്കിംഗ് തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇയറിംഗ് ആണ്. അതിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഇയർ ഹൂപ്സ് നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും. അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ പല സൈസിലുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇയർ ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബീഡ്സാണ്, വൈറ്റ് ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബീഡ്സ് എടുക്കാം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്. അത്യാവശ്യം വലിപ്പമുള്ള സൈസ് ബീഡ്സാണ് കേട്ടോ എടുത്തിരിക്കണത്. അപ്പോൾ ആ ബീഡ്സ് ഇതുപോലെ ഹൂപ്പ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. നമ്മുടെ ഹൂപ്പിന് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ബീഡ്സ് കയറി പോകാണ്ട് ഇച്ചിരി പാടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കടത്തി വിടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ബീഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹൂപ്പിനുള്ളിൽ ഫുള്ളായിട്ട് കോർത്തെടുക്കണം. നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ 2 നെക്ക് ചെയിൻ മേക്കിങ്ങിൻ്റെയും പിന്നെ ഒരു ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇയറിങ്സിൻ്റെ മേക്കിംഗ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ജ്വല്ലറി സെറ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന വീഡിയോസിൽ കൂടുതൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്സും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വരുന്ന വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ബീഡ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഹൂപ്പിലേക്ക് ഫുള്ളായിട്ട് ബീഡ്സ് കുറച്ചെടുക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് കളറിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യൂണിക്കായിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് സെയിം ഹൂപ്പിൽ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നെക്ക് ചെയിൻ ചെയ്തു, ഹാൻഡ് ബ്രേസ്ലെറ്റ് ചെയ്തു, ഇപ്പോൾ നമ്മൾ ഇയറിങ്സും ചെയ്തിട്ടുണ്ട്. സെയിം ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ, സെയിം കളർ തീമിൽ വരുന്ന ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഫുള്ളായിട്ടുള്ള ജ്വല്ലറി സെറ്റ് തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോയിൽ വീണ്ടും പുതിയ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.